സ്റ്റേഷനിൽ കിടന്ന് ഉരുണ്ടു യഹിയ ഏമാൻ ആള് പുലി. തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് നാടകീയമായ ചില രംഗങ്ങൾ ഉണ്ടായി. ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് 12:30 സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ CA ആയിട്ടുള്ള യഹിയ സ്റ്റേഷനിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇതാണ്: കഴിഞ്ഞ ദിവസം പിടികൂടിയ 4 പേരെ മോചിപ്പിക്കണം. അതുകൊണ്ട് അടിയന്തരമായി തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ നെടുമങ്ങാട് പോലീസിന് തയ്യാറായില്ല. ഉടൻ തന്നെ അദ്ദേഹം ബലമായി ഈ സ്റ്റേഷനിലേക്ക് കടന്നു കയറി അവിടെ ആ സെല്ലിൽ കിടക്കുന്ന തൻ്റെ ബന്ധുക്കളെന്ന് പറയുന്ന ഈ 2 പേരടക്കം 4 പേരുണ്ട് പോലീസ് പിടികൂടി. അതിന് പിന്നാലെ നമുക്ക് എന്തുകൊണ്ടാണെന്ന് പറയാം. ആ 4 പേർ കിടക്കുന്ന സെല്ലിന് മുന്നിൽ കിടന്ന് ഉരുണ്ട് പ്രതിഷേധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പോലീസിലെ CI ആണ് ഒരു സ്റ്റേഷനിലേക്ക് കടന്നു വന്നിട്ട് ആ സെല്ലിൽ കിടന്ന് ഉരുളുന്നു. കൊച്ചു കുട്ടികൾ കിടന്ന് ഉരുളുന്ന പോലെ കിടന്ന് ഉരുളുന്നു. പോലീസ് പിടികൂടിയപ്പോൾ മദ്യപിച്ച നിലയിലാണ് ഇയാളെ പിന്നീട് നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയെങ്കിലും ആ വൈദ്യ പരിശോധന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്താണ് ഈ യഹിയ എന്ന് പറയുന്ന CI, സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ CI ഇങ്ങനെ കടന്ന് ഉരുളാനുള്ള കാരണം? ഇയാൾക്ക് എതിരെ നിരന്തരമായ പരാതി പോലീസ് സേനയിൽ തന്നെയുണ്ട്. ഒരു ട്രാഫിക് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനെ ഇയാൾ ആക്രമിച്ചു എന്നുള്ള ഒരു പരാതിയുണ്ട്. മറ്റൊന്ന്, ഒരു വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി എന്നുള്ള പരാതി യഹിയക്കെതിരെയുണ്ട്. പിന്നീട് നന്ദാവനം ക്യാമ്പിലേക്ക് ഇയാളെ മാറ്റി, AR ക്യാമ്പിലേക്ക് മാറ്റിയപ്പോൾ അവിടെ പോലീസുകാരുമായിട്ട് സഹപ്രവർത്തകരുമായിട്ട് അടിപിടി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഇയാൾക്കെതിരെ ആരോപണമുണ്ട്. അങ്ങനെ ഇയാൾ പോലീസ് സേനയിൽ നിരന്തരമായിട്ടുള്ള ഒരു ശല്യമാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഇയാളെ ഈ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റിയിട്ട് ഈ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ വന്നപ്പോഴും പ്രശ്നമായി. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ പറയുന്ന നെടുമങ്ങാട് സ്റ്റേഷനിലേക്ക് വന്ന് ഈ 4 പ്രതികൾ കിടക്കുന്ന സെല്ലിൻ്റെ മുന്നിൽ കിടന്ന് ഉരുളുന്നത്. ഇനി എന്താണ് ഈ 4 പ്രതികളും ഇയാളും തമ്മിലുള്ള ബന്ധമെന്ന് നമുക്ക് പരിശോധിക്കാം. ഫുട്ബോൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുകയാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 4 പേർ ചുള്ളിമാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ബഹളമുണ്ടാക്കി, ആയുധങ്ങളുമായി പരസ്പരം ഏറ്റുമുട്ടാനുള്ള ശ്രമങ്ങളുണ്ടായി. ആ സംഘത്തെ പോലീസ് പിടികൂടി, ഈ 4 പേരടങ്ങുന്ന സംഘത്തെ. അതിലെ 2 പേർ ഈ യഹിയയുടെ ബന്ധുക്കളാണ്. അപ്പോൾ അവരെ വിട്ടുകിട്ടിയേ മതിയാവുകയുള്ളൂ എന്നാണ് ഈ പറയുന്ന യഹിയയുടെ ആവശ്യം. അങ്ങനെ വിട്ടുകിട്ടുന്നത് വരെ താൻ ഇവിടെ കിടന്ന് പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഈ സെല്ലിന് മുന്നിൽ കിടന്ന് ഉരുളുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു CI വന്നിട്ട് ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ഈ സെല്ലിന് മുന്നിൽ മദ്യപിച്ച് കിടന്ന് ഉരുളുന്ന ഒരു സീൻ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരാളാണ് യഹിയ. അപ്പോൾ യഹിയയുടെ സർവീസ് റെക്കോർഡ്സ് നോക്കുമ്പോൾ നിരവധി ചുവപ്പ് വര ഉള്ളതാണ് ഇയാൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ വന്ന് കിടന്ന് ബഹളമുണ്ടാക്കിയത്. പക്ഷേ ഇത് പോലീസ് സേനയ്ക്കുള്ളിൽ നാറ്റക്കേസായി. ഈ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കിടന്ന് ഈ വെള്ളമടിച്ച് വന്നിട്ട് ഉരുളുന്ന ഒരു സംഭവം. പക്ഷേ ഇവിടെ ഒരു സംശയാസ്പദമായി നിൽക്കുന്ന ഒരു കാര്യം, ഇയാളെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് വേണ്ട വിധത്തിൽ ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള വൈദ്യ പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതേ സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ്. ആഭ്യന്തര വകുപ്പിന് നാണക്കേടുണ്ടാക്കിയ, പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയ യഹിയെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കാൻ നിരവധി നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യഹിയെ പറയുന്നത് ഈ 2 പേരെ വിട്ട് കിട്ടാതെ ഞാൻ ഈ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ബഹളം വെച്ചത്. ഈ 4 പേരിലെ മറ്റ് 2 പേരെ കുറിച്ച് അയാൾക്ക് അധികം ഉത്കണ്ഠയില്ല. ഈ 2 പേർ തൻ്റെ ബന്ധുക്കളാണ്, അതുകൊണ്ട് അവരെ വിട്ട് കിട്ടിയേ മതിയാവുകയുള്ളൂ, ഞാൻ CI ആണ്, മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ബഹളം വെച്ചത്. ഇപ്പോൾ ജില്ലാ പോലീസ് സൂപ്രണ്ട്, അതായത് തിരുവനന്തപുരം ജില്ലാ പോലീസ് സൂപ്രണ്ട് നെടുമങ്ങാട് DYSPയോട് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് നടന്ന സംഭവം, എന്തൊക്കെയാണ് നടപടികൾ, എന്തൊക്കെയാണ് യഹിയ അവിടെ കാണിച്ചു കൂട്ടിയത്, അവിടുത്തെ പോലീസുകാർ ഇയാളെ മര്യാദയ്ക്ക് കൊണ്ടുപോയിട്ട് വൈദ്യ പരിശോധന നടത്തിയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുള്ള റിപ്പോർട്ട് അടിയന്തരമായി നൽകണമെന്നാണ് ജില്ലാ പോലീസ് സൂപ്രണ്ട് നെടുമങ്ങാട് DYSPയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടിയന്തര റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു നടപടി എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് റൂറൽ SPയോട് ഈ ഒരു വിഷയത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ യഹിയ എന്ന് പറയുന്ന ഈ പോലീസുകാരൻ പോലീസ് സേനയ്ക്ക് തന്നെ വലിയ അപമാനമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കാരണം അയാളുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ ഇത്തരത്തിൽ നിരവധി കുറ്റകൃത്യങ്ങളിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ അയാളെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ഈ പറയുന്ന ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി
ഈ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലേക്ക് മാറ്റുന്നത്. അവിടുത്തെ CI ആണ് ഇയാൾ. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ടാണ് ഈ പറയുന്ന പോലെ പോലീസ് സ്റ്റേഷനകത്ത് വന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തരക്കാരെ വെച്ച് പൊറിപ്പിക്കാൻ കഴിയില്ലാണ്. ഇയാളുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുക. അവിടെ നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാളാണ് യഹിയ. അപ്പോൾ അയാൾക്കെതിരെ അടിയന്തര നടപടി എടുക്കുന്നതിന് പകരം ഈ പറയുന്ന റിപ്പോർട്ട് കിട്ടിയ ഉടനെ അടിയന്തര നടപടിയെടുത്ത് ഇയാളെ പുറത്താക്കുക. ഇങ്ങനെ സ്ഥിരം പ്രശ്നക്കാരനാണ് എങ്കിൽ പുറത്താക്കുക. അല്ലാതെ ഇയാളെ സംരക്ഷിക്കാൻ എന്തിനാണ് ആഭ്യന്തര വകുപ്പിന് ഇത്തരത്തിലെടുക്കാം? നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യമായിട്ടുള്ള ഇയാളെ എന്തിനാണ് പിന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഇത് റിപ്പോർട്ട് കിട്ടിയാൽ അടിയന്തരമായി യഹിയെ സർവീസിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാകും. കേരള പോലീസ് നമുക്കറിയാമല്ലോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പോലീസ് എന്ന് പേരെടുത്തിട്ടുള്ളൊരു സേനയാണ് കേരളത്തിലെ പോലീസ് സേന. നിരവധി വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ പുതിയതായി വന്നുകൊണ്ടിരിക്കുന്ന സേനയാണ്. അവിടൊക്കെ ഈ പഴയ നമ്പറുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടാണ്. പഴയ ഏമാൻ രീതിയിലുള്ള ഇടപെടലാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. വന്ന് അധികാരം സ്ഥാപിക്കുകയാണ്. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നിട്ട് ഇന്ന് 2 പേരെ വിട്ടുതരണം എന്നൊക്കെ പറയുന്ന പഴയ ആ ഒരു 80കളിലേക്ക് പോലീസിന്റെ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, ആ ധാർഷ്ട്യം കൊണ്ട് നടക്കുന്ന ഒരാളാണ് യഹി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം ആഭ്യന്തര വകുപ്പ് എന്ത് നടപടിയെടുക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.